സർ, പരനാറിക്ക് പുറകെ ചെറ്റ എന്ന പ്രയോഗവുമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം ജി സുധാകരൻ ചെറ്റത്തരം കാണിച്ചു എന്നാണ് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. മുമ്പൊരിക്കൽ ഈ പരനാറി പ്രയോഗം നടത്തി വലിയ വില LDFന് കൊടുക്കേണ്ടി വന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കയ്യിലിരുന്ന കൊല്ലം മണ്ഡലം കൊണ്ട് പ്രേമേന്ദ്രൻ വഴി UDFന് അടിയറ വച്ചു. ഇപ്പോഴും ഈ 2024 അതിന് മോചനം ഉണ്ടായിട്ടില്ല. 14, 19, 24 ഈ 3 തവണ ഹാട്രിക് വിജയമാണ് പ്രേമേന്ദ്രൻ അവിടെ നേടിയത്. പ്രേമേന്ദ്രൻ അതിന് അർഹനാണ്, അത് മറ്റൊരു വിഷയം. ഇവിടെ ഇപ്പോൾ സർ, സുധാകരനെ ഇത്തരത്തിൽ വിശേഷിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വന്നു. ഒരു ചാനൽ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ചുട്ട മറുപടി, ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുത്തുകൊണ്ട് ജി സുധാകരൻ ഇന്ന് രാവിലെ രംഗത്തെത്തി. അദ്ദേഹം മുഖ്യമന്ത്രിയെ പേരെടുത്ത് പറയാതെ വിജയരാഘവനെ മുന്നിൽ വെച്ചുകൊണ്ട് കൃത്യമായിട്ടും മുഖ്യമന്ത്രിയെ തന്നെ പല്ലും നഖവും ഉപയോഗിച്ച് ആക്രമിക്കുകയാണ്, കടിച്ച് കീറുകയാണ് ചെയ്തത്. എന്താണ് സാർ, അമ്പലപ്പുഴയിൽ മറ്റൊരു പ്രേമേന്ദ്രനെ സൃഷ്ടിച്ചിരിക്കുകയാണോ മുഖ്യമന്ത്രി? അതിന് സംശയമില്ല. കാരണം ഒരു സ്ഥാനാർത്ഥിയെ എപ്പോൾ നമ്മൾ ഇകഴ്ത്തുന്നോ, അകാരണമായി ഇകഴ്ത്തുന്നോ, അല്ലെങ്കിൽ കൂടുതൽ മോശമായ വാക്കുകൾ കൊണ്ട് ഇകഴ്ത്തുന്നു, അത് അയാൾക്ക് ഗുണമായിട്ടേ വരുള്ളൂ. അതൊരു സിമ്പതി ഫാക്ടർ പോലെ പ്രവർത്തിക്കുമെന്നുള്ളത് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രേമേന്ദ്രൻ്റെ വിഷയത്തിൽ കണ്ടതാണ്. അത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ ആരും കൂടുതൽ കയറി പണിയാറില്ല, ചൊറിയാൻ പോകാറില്ല. കാരണം അതിന് മുമ്പൊക്കെ ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലും സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ പിന്നെ വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ അയാൾക്കെതിരെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കാം, പക്ഷേ വ്യക്തിപരമായിട്ട് പ്രത്യേകിച്ച് അയാളുടെ ബോഡി ഷേമിങ് വരുന്ന വിധത്തിലോ അല്ലെങ്കിൽ അയാളുടെ ഇമേജിനെ ബാധിക്കുന്ന വിധത്തിലോ ഒക്കെ വെറുതെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നത് വളരെ മോശമായ കാര്യമാണ്. അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രതികരണം വളരെ വലുതായിരിക്കും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സ്റ്റേച്ചറിലുള്ള ഒരാൾ ഇത്തരം വാചകങ്ങൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരൻ. ഇപ്പോൾ ചെറ്റത്തരം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ ചെറ്റ കുടിലിൽ ജീവിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, പണ്ട് ഈ മാടമ്പിമാരൊക്കെ ഈ ചെറ്റക്കുടിലിൽ ജീവിക്കുന്നവർ തീരെ സംസ്കാരമില്ലാത്തവരാണ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ ചെറ്റത്തരം എന്നുള്ള വാക്ക് തന്നെ വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി ഒരു മാടമ്പിയായിട്ടാണ് ഈ ഭാഷ പ്രയോഗിച്ചിരിക്കുന്നത്. പിന്നെ ധ്വനിയിലാണ് ജി സുധാകരൻ, പ്രത്യേകിച്ച് VD സതീശൻ. ഇതിനെ VD സതീശൻ എടുത്ത് വളരെ രൂക്ഷമായിട്ട് VD സതീശൻ പറഞ്ഞു, ഇത് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു കാരണവശാലും വായിൽ നിന്ന് വരാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ താഴെ നിലവാരത്തിൽ നിന്ന് കോരൻ്റെ മകനായി വളർന്നു വന്നെന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇത്തരം പദപ്രയോഗം നടത്തി? പട്ടിണിയും പരിവട്ടവും നിറഞ്ഞൊരു ബാല്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ ആ ക്ലാസ്സിനെ മൊത്തത്തിൽ ആണ് ഇത്. അതായത് സാർ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മനുഷ്യരെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രയോഗമായി പോയി. അത് ഫലത്തിൽ വന്നിരിക്കുന്നത്. കാരണം അത് ഇപ്പോഴും അത്തരം പ്രയോഗങ്ങളൊന്നും ആരും നടത്താറില്ല. നടത്തുന്നത് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് സമയത്ത് അല്ലെങ്കിൽ പോലും ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തിയാൽ അത് പലപ്പോഴും തിരിച്ചടിക്കും. പണ്ടാണ് ഇത്തരത്തിൽ പിന്നെ ജാതി പറഞ്ഞോ മതം പറഞ്ഞോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മുടെ സാമ്പത്തിക നിലവാരം ആസ്പദമാക്കിയൊക്കെയുള്ള അധിക്ഷേപങ്ങൾ നടക്കുന്നത്. ഈ ചെറ്റത്തരം എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും യോജിച്ചതല്ല. പക്ഷെ സാർ, ഒരു കാര്യം പറയട്ടെ, കുലംകുത്തി എന്ന് ആക്ഷേപിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുന്നേ പാർട്ടി വിട്ടുപോയ ആളെ 51 വെട്ടി കൊലപ്പെടുത്തിയ ഒരു പാർട്ടി പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് ഇതിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കണ്ടല്ലോ. അതെ, പക്ഷേ അത് അപകടകരമാകുന്നത് മറ്റേത് നടന്നത് പാർട്ടി ഗ്രാമത്തിലാണ്. വടകര എന്ന് പറയുന്നത് ഒരു പാർട്ടി ഗ്രാമം തന്നെയാണ്. അപ്പോൾ പാർട്ടി ഗ്രാമത്തിലാണ് അന്ന് നടന്നത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ കൊല്ലത്ത് നടന്നത് പാർട്ടി ഗ്രാമമല്ല. അതുകൊണ്ടാണ് പ്രേമേന്ദ്രനെ പറഞ്ഞപ്പോൾ തിരിച്ചടി വന്നത്. അതെ, ആലപ്പുഴ എന്ന് പറയുന്നത് പാർട്ടിക്ക് ഹോളുള്ള സ്ഥലമാണെങ്കിലും പാർട്ടി ഗ്രാമമൊന്നുമല്ല. അവിടെ അന്തംഗമ്മികൾ മാത്രമുള്ള സ്ഥലമാണ്. ഇപ്പോൾ വടകരയിൽ നിന്ന് ഞാനൊരിക്കൽ ട്രെയിനിൽ കണ്ണൂരിൽ നിന്ന് വരുമ്പം കോഴിക്കോട് നിന്ന് ഒരു നല്ല ചെറുപ്പക്കാരനല്ല, 45 വയസ്സ് വരും, മുമ്പിൽ എൻ്റെ വന്നിരുന്നു.
അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ നോക്കി. അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ്റെ ഒരു ഛായ, രൂപവും നിറവും ഒക്കെ കണ്ടിട്ട് അങ്ങനെ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ പരിചയപ്പെട്ട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ വടകരയാണ് വീടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ CM രവീന്ദ്രൻ്റെ ബന്ധുവാണോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ശത്രുവാണെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞാൻ RMPയിൽ പ്രവർത്തിക്കുകയാണ്, RMPയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, നമ്മുടെ രമയുടെ പാർട്ടി TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ. അപ്പോൾ അവിടെ ഞാനും ഭാര്യയും കൂടെ ഒരു കല്യാണത്തിന് പോയപ്പോൾ വലിയ ഒരു തിക്താനുഭവം ഉണ്ടായി. ഭാര്യ അവിടെ ആഹാരം കഴിക്കാനിരുന്നതും പാർട്ടിക്കാരെല്ലാം കൂടെ വന്ന് പറഞ്ഞു, വീട്ടുടമസ്ഥൻ്റെ അടുത്ത് പറഞ്ഞു, ഇവരിവിടെ നിന്ന് ആഹാരം കഴിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർ മുഴുവൻ ഇറങ്ങിപ്പോവും, ഞങ്ങളിപ്പോൾ അവരോട് ഇറങ്ങിപ്പോകാൻ പറയും, അതുകൊണ്ട് ഇവരെ ഇവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞു. എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് കുട്ടികളെ വിളിച്ച്, പക്ഷേ ഇവരിന്ന് കാല് പിടിക്കുകയാണ് അവരെ. എനിക്കിത് വലിയ പറയാൻ വിഷമമുണ്ട്, ക്ഷമിക്കണം, ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളോട് നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ വിഷമമുണ്ട്, ദയവ് ഇത് ഒന്ന് മാറി തന്നില്ലെങ്കിൽ ഇവരെല്ലാവരും പോക്കളയും, എൻ്റെ മകളുടെ കല്യാണം തൊലിഞ്ഞു പോകും എന്ന് പറയുന്ന ഒരവസ്ഥ. ഇതാണ് പാർട്ടിയുടെ സാറേ ഒറ്റപ്പെടുത്തൽ, ഊരുവിലക്ക്, അതായത് എക്സ്കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയില്ല, കൃത്യമായി ഊരുവിലക്ക്. ഇത് നിലനിൽക്കുന്ന സ്ഥലമാണ് ഈ വടകരയും ഒഞ്ചിയവും പേരാമ്പ്രയും ഒക്കെ. ഇപ്പം പിന്നെ നമ്മുടെ കുഞ്ഞിക്കണ്ണൻ ഇതേ അവസ്ഥ നേരിട്ട് മട്ടന്നൂര്. കുഞ്ഞിക്കണ്ണന്റെ ഒരു പാർട്ടി ഓഫീസ് പ്രവർത്തനത്തിനായിട്ട് ഈ ഒരാൾ കൊടുത്തു. അയാളെ ചെന്ന് ഭീഷണിപ്പെടുത്തി ഓഫീസ് പൊളിപ്പിച്ചു. അതാണ് അവസ്ഥ. അത് തന്നെയാണ് അപ്പുറത്ത് ഗോവിന്ദന്റെ അവസ്ഥ ഇതിലേക്കാൾ ഗതികേടെന്ന് പറയുന്നത്. ഗോവിന്ദന് കുറച്ചുകൂടെ തന്റെ ഇടമുണ്ട്, ഗട്ട്സ് ഉണ്ട്. അതുകൊണ്ട് ഗോവിന്ദൻ കൊണ്ടും കൊടുത്തും വളർന്ന ആളാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ ഒരു ബൗദ്ധികമായ നിലവാരത്തിൽ നിൽക്കുന്ന ആളാണ്. അതിന്റെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ME രാഘവന്റെ ഹോസ്പിറ്റൽ പിടിച്ചടക്കുന്നതിന് വരെ നിന്ന ആളാണ് ഗോവിന്ദൻ. മനസ്സിലായില്ലേ? പിന്നെ ആ ഹോസ്പിറ്റലിന്റെ ചാർജും പുള്ളിക്ക് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആ വിധത്തിൽ അദ്ദേഹത്തിന് കഴിവുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം, ഇത് പാർട്ടി ഗ്രാമത്തിൽ പറഞ്ഞാൽ വലിയ എഫക്റ്റ് വന്നെന്ന് വരില്ല. കാരണം അവിടെ ഈ എക്സ്കമ്മ്യൂണിക്കേഷനും ഒറ്റപ്പെടുത്തലും ഭീഷണിയും ഒക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് പറയാം. ഇപ്പം അതുപോലും നടക്കുന്നില്ല. സാറേ, ഇത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. ഈ കുലംകുത്തിയും പരനാറിയും ഇപ്പോഴിതാ ചെറ്റത്തരവും. ഒരു മതപുരോഹിതനെ കണ്ണുമടച്ച് നികൃഷ്ടജീവി എന്ന് വിളിച്ച ആളാണ് നമ്മുടെ പിണറായി വിജയൻ. അതൊന്നും ഇപ്പോഴും അതൊരു തെറ്റാണെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും തോന്നുന്നില്ല. അദ്ദേഹം പിന്നീട് പറഞ്ഞു നികൃഷ്ടജീവി തന്നെ, അത് കുലംകുത്തി തന്നെ. അല്ല, പിണറായി വിജയൻ ഇത്തരം വാക്കുകൾ പ്രയോഗിക്കുന്നത് ഒരിക്കലും അറിയാതെ അല്ല എന്നുള്ളതാണ്. വളരെ ബോധപൂർവം അദ്ദേഹത്തിന്റെ ഓരോ വാക്കും ഈ എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിനകത്തൊരു പിഴവ് വരരുതെന്ന് വിചാരിച്ചിട്ടാണ്. ആ വാക്കുകൾ അളന്ന് കുറിച്ച് കൃത്യതയോടെ മനസ്സിൽ പറഞ്ഞ് പിന്നെ രണ്ടാമതാണ് നാവ് കൊണ്ട് പറയുന്നത്. അതുകൊണ്ടാണ് അത്ര ഒരു ഷാർപ്നെസ്സും സ്ലോയും സ്റ്റഡിയുമായിട്ട് വരുന്നത്. ഈ അച്ചടി ഭാഷ എന്ന് നമ്മൾ പറയില്ല, അതുപോലെ പറയുന്നത് കൊണ്ടാണ്. കാരണം മനസ്സിലാദ്യം ഒന്ന് പറഞ്ഞിട്ടേ അദ്ദേഹം നാവ് കൊണ്ടത് പറയാറുള്ളൂ. ഈ വരച്ച് വെക്കുന്നത് പോലെ. അപ്പം ഇത് ബോധപൂർവ്വം അടിച്ചത് തന്നെയാണ്. അല്ല സാർ, അത് 2014 പരനാറി പ്രയോഗം നടത്തിയിട്ട് 2040 പറഞ്ഞില്ലെന്ന് മാത്രമല്ല 2019 അത് ആവർത്തിക്കുകയും ചെയ്യും. വീണ്ടും കൊല്ലത്ത് വന്ന് പരനാറി തന്നെ അതെ, അതിനകത്ത് മാറ്റമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ആ ശൈലി പക്ഷെ കൊല്ലംകാർക്ക് കുറച്ചുകൂടെ അദ്ദേഹത്തിന് ഗുണമായി. അതെ, ബാലഗോപാൽ വലിയ മാർജിനിൽ തോറ്റുപോയി. അപ്പൊ ഇത്തവണയും അതുപോലത്തെ ഒരു ഗുണം അവിടെ സുധാകരന് ഉള്ള രീതിയിലാണ് അതിനെ ഇന്നിപ്പോ നമ്മുടെ മാധ്യമങ്ങളിലും ഒക്കെ ഇത് വലിയ ചർച്ചയായി മാറി. ഇന്നിപ്പോ VD സതീശൻ ഇതിനെ ഒരു സംസ്ഥാന വിഷയമാക്കി പലയിടത്തും പറയുന്നുണ്ട്. അല്ല, സുധാകരനും തിരിച്ച് നല്ല മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ എനിക്ക് ഗുരുത്വമുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിജയരാഘവൻ ഇദ്ദേഹത്തിനെതിരെ ചില വന്ദിക്കാനായിട്ട് കാലിൽ തൊടുമ്പം അറിയാതെ കാല് വരുന്ന പോലെയാണ്. ഗുരുത്വത്തോടെ ഒന്ന് വന്ദിക്കുന്നു എന്നിട്ട് ആ കാല് തന്നെ തറയിലടിക്കുന്ന പോലത്തെ ഒരു അങ്ങനെ തന്നെയാണ് സുധാകരൻ അതിന് പ്രതികരിച്ചിരിക്കുന്നത്. ഈ വളരെ കൃത്യമായിട്ട് ഈ മുഖ്യമന്ത്രിയെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഓരോ വാക്കും സുധാകരനും വളരെ അളന്ന് കുറിച്ച്, അതും മാർക്സിസം ഉപയോഗിച്ച് തന്നെ വളരെ കൃത്യമായി മറുപടി കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ നമ്മുടെ മണിയാശാൻ പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം മണിയാശാനെ കുറിച്ചൊരു ജനങ്ങൾ അംഗീകരിക്കും. ഇത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി,
സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ CPM-ന്റെ ഏറ്റവും തലമുതിർന്ന നേതാവ്, പോളിറ്റ് ബ്യൂറോ അംഗം, പോളിറ്റ് ബ്യൂറോ അംഗമാണെങ്കിലും പോളിറ്റ് ബ്യൂറോയിലെ ജനറൽ സെക്രട്ടറിയെ വരെ ഇരിക്കാനും നിൽക്കാനും പറയാൻ കെൽപ്പുള്ള ആൾ, ഇപ്പോൾ ഏറ്റവും സീനിയറായ ആളാണ്. അങ്ങനെ പറഞ്ഞപ്പം അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും. അത് മാക്സിമം മുതലെടുക്കാനാണ് UDF-ഉം ജി സുധാകരനും പ്രത്യക്ഷവും പരോക്ഷവുമായിട്ട് ശ്രമിക്കുന്നത്. മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് പറഞ്ഞ പിണറായി വിജയനിൽ നിന്ന് നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. അല്ല, അതെല്ലാം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അതായത് മാധ്യമപ്രവർത്തകർക്ക് ഇന്ന ഒരു അതിർവരമ്പ് ഉണ്ട്, നിങ്ങൾ എന്നോട് കൂടുതൽ ചോദിക്കരുത്, ചോദിച്ചാൽ എൻ്റെ നിന്ന് കിട്ടൂല, കിട്ടുന്നെങ്കിൽ ഇതുപോലത്തെ മറുപടി ആയിരിക്കും. ഇത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ മുഖോടച്ചുള്ള ഒരു അടി അത് കൊടുക്കേണ്ട സമയത്ത് അദ്ദേഹം അത് കൊടുക്കും, ഒരു സംശയം. എതിരാളി ആരാണെങ്കിലും അതിന് അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകൾക്ക് അവിടെ ഈ വാക്കുകൾ കൊണ്ടാണെന്നേ ഉള്ളൂ, കായികമായിട്ടല്ല, വാക്കുകൾ കൊണ്ട് കൃത്യമായ അടി തന്നെയാണ് കൊടുക്കുന്നത് മുഖ്യമന്ത്രി. സംശയമില്ല. എന്തായാലും സുധാകരന് ഒരു വീണ് കിട്ടിയ ലോട്ടറിയാണ് ഈ സംഭവം എന്ന് പറയാം. മുതലാക്കാൻ അറിയാവുന്ന ആൾക്ക് മുതലാക്കാവുന്ന ഒരു ലോട്ടറിയാണ്, അതിന് യാതൊരു സംശയമില്ല. ഈ അമ്പലപ്പുഴക്കാർ ഈ സുധാകരനുമായിട്ട് ഒരു വ്യക്തിബന്ധമുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. ഇപ്പം സുധാകരൻ പാർട്ടി വിട്ട് ഈ പറഞ്ഞതുപോലെ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു പോകുമ്പോൾ പോലും പാർട്ടിയോടുള്ള ഒരു ആഭിമുഖ്യം കൊണ്ട് സുധാകരൻ്റെ എതിർവശത്ത് നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ അവിടെ ഉണ്ട്. പക്ഷെ അവരെ ഇത് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അത് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ നേരത്തെ പല എപ്പിസോഡുകളിൽ സൂചിപ്പിച്ച പോലെ കേരളമൊട്ടാകെ തെറ്റായ ചില ചെയ്തികൾക്കെതിരെ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തൊരു നിശബ്ദ വിപ്ലവം നടക്കുന്നുണ്ട്. ആ നിശബ്ദ വിപ്ലവത്തിൻ്റെ ഒരു വിചാര വിപ്ലവം, ആ വിചാര വിപ്ലവവും അത് ബാലറ്റ് പേപ്പറിലൂടെ തെളിയിക്കാൻ പറ്റുമെങ്കിൽ അത് ഒന്ന് സാധ്യമാക്കണം കേരളത്തിൽ. ഇല്ലെങ്കിൽ കേരളം എത്രയും പെട്ടെന്ന് ബംഗാളാവുമെന്ന് വിചാരിക്കുന്ന ഒത്തിരി സഹാക്കളുണ്ട്. അതായത് പാർട്ടി ഉപ്പുവെച്ച കലം പോലെ ആകും, അത് അനുവദിക്കരുത്. അതുകൊണ്ട് നിശബ്ദമായി ചില ഈ വോട്ടിംഗ് യന്ത്രത്തിലൂടെ ഈ സ്വിച്ച് അമർത്തുമ്പോൾ നമുക്കതിനുള്ള ഒരു പണി തീർച്ചയായിട്ടും ബുള്ളറ്റിനേക്കാൾ ശക്തി ബാലറ്റിനുണ്ട്. ചിലപ്പോൾ അങ്ങനെ തെളിയിക്കാൻ കേരളത്തിലെ മാർക്സിസ്റ്റുകാർക്ക് കഴിഞ്ഞെന്ന് വരും എന്നുള്ളതാണ് ഈ വരുന്ന ഇലക്ഷൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും നമുക്ക് ഈ സുധാകരനും പിണറായി വിജയനും തമ്മിൽ കൊണ്ടും കൊടുത്തും മുന്നേറുമ്പോൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് വാസ്തവത്തിൽ ചാകര കിട്ടിയ അനുഭവമാണ്. അതെ, കാരണം റേറ്റിംഗ് കൂട്ടാൻ ഇതിനേക്കാളും നല്ല മരുന്ന് വേറെ ഇല്ല. അത് പിണറായി വിജയൻ ഇതിന് ചിലപ്പോഴൊക്കെ ആയുധമായിട്ട് എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൂട്ടാനും കൂടെ എടുക്കാറുണ്ട്. പണ്ട് VS-ഉം പിണറായിയും തമ്മിലുള്ള മത്സരത്തിൽ ഈ പിണറായി ഒരു അധികായകൻ ആയത് എങ്ങനെയാണ്? VS-നെ പോലൊരു അത്യധികായകനെ നേരിട്ടാണ് പിണറായി എന്ന ഒരാൾ ഫിഗറായി മാറി വല്ലാത്തൊരു സ്ട്രക്ചർ വന്നത്. അല്ലെങ്കിൽ കണ്ണൂരിലെ ഒരു ജയരാജനോ അല്ലെങ്കിൽ ജയരാജനോ ആയിട്ട് ആ ജില്ലാ തലത്തിൽ ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹം. പെട്ടെന്ന് സംസ്ഥാന തലത്തിലേക്ക് വന്ന് സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും CPM-ൽ ഇല്ലാത്തൊരു പരിവേഷം വരാൻ കാരണം VS-ഉമായ ഏറ്റുമുട്ടലാണ്. അപ്പോൾ ആ ഏറ്റുമുട്ടലുകൾ അദ്ദേഹത്തിന് എപ്പോഴും ഒരു ശക്തി കൊടുത്തിട്ടുണ്ട് ആണെന്ന് അദ്ദേഹത്തിന് തോന്നാറുണ്ട്. അത് തന്നെയായിരിക്കണം ഇപ്പോഴും ജി സുധാകരൻ എന്ന കരുത്തിനെതിരെയും പ്രയോഗിക്കാൻ തയ്യാറായിട്ടുള്ളത്. പക്ഷെ സാർ, ഒരു പരിധി കഴിഞ്ഞപ്പം VS-നെ ഇകഴ്ത്താനോ താഴ്ത്താനോ വേണ്ടിയിട്ടല്ലേ അദ്ദേഹം ഈ സ്വരാജിനെയും ചിന്തയും പോലെയുള്ളവരെ കൊണ്ട് VS-ന് മറുപടി കൊടുപ്പിച്ചേ? തീർച്ചയായിട്ടും ക്യാപിറ്റൽ പണിഷ്മെന്റ് പോലെയുള്ള അതിനൊക്കെ അദ്ദേഹം പ്രത്യേക റിവാർഡുകൾ കൊടുക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക്. പിന്നെ അവർക്ക് പ്രത്യേക സംരക്ഷണവും കൊടുക്കും. അതാണ് പിണറായി വിജയൻ. അതാണ് തൻ്റെ ഗൺമാൻ ഇറങ്ങി പിന്നെ രക്ഷാപ്രവർത്തനം അല്ല അടി കൊടുക്കുമ്പോൾ അതിനെ രക്ഷാപ്രവർത്തനമാക്കി മാറ്റുന്ന ഒരു സംരക്ഷണ ശൈലി അദ്ദേഹത്തിനുണ്ട്. പാർട്ടിയിലെ പലരെയും അങ്ങനെ അദ്ദേഹം സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും സുധാകരൻ ആരോപിക്കുന്ന ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് പാർട്ടിക്കകത്ത് ഉണ്ടായത് എന്നാണ് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്ന. പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്ന് പറയുന്നുണ്ടെങ്കിലും പൊളിറ്റിക്കൽ ക്രിമിനൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. അത് അവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഇന്ന് വരെ പാർട്ടിയിൽ അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു, അതുണ്ടായത് ഈ അടുത്ത കാലങ്ങളിലാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ ക്രിമിനൽസിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പാർട്ടിക്കകത്ത് ഒരു ഗ്യാങ് ഉണ്ട്, ആ ഗ്യാങ്ങിൻ്റെ ഒരു തലവനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഒരു മാഫിയ കിങ് പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും സാറ് ഈ നേരത്തെ പറഞ്ഞതുപോലെ കൊണ്ടും കൊടുത്തും ഈ വിവാദം ഏറെ മുന്നോട്ട് പോവുകയാണ്. ഇലക്ഷനിൽ ഇതെന്ത്
ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ജി സുധാകരനും ഗുണമാണ്. കാരണം ലൈവായിട്ട് അദ്ദേഹത്തിന് നിൽക്കാം, പ്രത്യേകിച്ച് വിഷയങ്ങളില്ലാതിരിക്കുകയാണ് അദ്ദേഹം. പിന്നെ ഇപ്പൊ ഒന്ന് പുറകോട്ട് പോകുന്നു പലർക്കും പരാതിയുണ്ട്, തോന്നലുണ്ട്. ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാർക്കും പരാതിയുണ്ട്. അദ്ദേഹം ആരെയും എതിർക്കുന്നില്ല, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ എതിർക്കുന്നില്ല. അപ്പൊ അതിനൊക്കെ ഇന്നിപ്പോ അദ്ദേഹം പറഞ്ഞു, ചിലത് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം കൂടുതൽ അതിനെ അടിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം ഇന്ന് പറഞ്ഞു 9-ാം തീയതി വരെ ഇത് തുടരും, ഒരു സംശയമില്ല, ഞാൻ ഇനി 1 ഇഞ്ച് പോലും പുറകോട്ടില്ല, ആഞ്ഞടിക്കാൻ തന്നെയാണ് തീരുമാനം, ഒരു പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരനും കച്ചമുറുക്കി രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വീണ് കിട്ടിയ അവസരമാണ്, ചാകരയാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതെ, അടി തെറ്റിയാൽ ആനയും വീഴും നമ്മൾ പറയാറുണ്ട്. അത് വീഴുവോ ഇല്ലയോ എന്നുള്ളത്, പണ്ട് കൊല്ലത്തെ ആ വീഴ്ച അമ്പലപ്പുഴയിൽ ആവർത്തിക്കുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കിയറിയാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.